നമസ്കാരം. 8 ദിവസങ്ങൾ പിന്നിടുമ്പോഴും അർജുനെ കുറിച്ച് യാതൊരു തരത്തിലുള്ള വിവരവും ഇതുവരെ NDRF ടീമിനോ കരസേനയ്ക്കോ അതോടൊപ്പം തന്നെ സന്നദ്ധ പ്രവർത്തകർക്കോ അവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്ന പോലീസിനോ മറ്റുള്ളവർക്കോ ഒന്നും ലഭിച്ചിട്ടില്ല. ഊഹാപോഹങ്ങളുടെയും ചില നിഗമനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇപ്പോഴും അവിടെ രക്ഷാപ്രവർത്തനങ്ങൾ ആ ഒരു കനത്ത മഴയിൽ നടക്കുന്നുണ്ട്. ഇന്ന് 8 ദിവസം പിന്നിടുമ്പോഴും ചില സംശയങ്ങൾ നിഴലിക്കുന്നുണ്ട്. സംശയങ്ങൾ എന്ന് വെച്ചാൽ അത് വെറും സംശയമൊന്നുമല്ല, അത് എവിഡന്റ് ആണ്. ആ ഒരു സംശയത്തിന് അതായത് 2 ബ്ലാസ്റ്റ് അവിടെ നടന്നു എന്നുള്ള രീതിയിലേക്കുള്ള കാര്യങ്ങൾ വരുന്നു. പ്രദേശവാസികൾ അത് കണ്ടു അഥവാ കേട്ടു, ആ ശബ്ദം കേട്ടു, അതോടൊപ്പം തന്നെ അവിടെ വെള്ളം തെറിച്ചു വന്നത് അടക്കത്തിന് വരെ ചൂട് പ്രതിഫലിച്ചു എന്നുള്ള രീതിയിലേക്കൊക്കെ പറയുന്നു. അപ്പൊ ഇതൊന്നും ഒരിടത്തും എങ്ങും മാധ്യമങ്ങളടക്കം എവിടെയും റിപ്പോർട്ട് ചെയ്യുകയോ അതിനെക്കുറിച്ച് സംസാരിക്കുകയോ ചെയ്തിട്ടില്ല. അപ്പൊ എന്തോ ഒരു സംശയം എല്ലാവർക്കും തോന്നുന്നുണ്ട് എന്നുള്ളതെങ്കിൽ അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം നിലവിൽ അവിടെ അർജുന്റെ വാഹനം ഒതുക്കിയിരുന്ന സ്ഥലത്തിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് അവിടെ 2 അതിലധികമോ നമ്മുടെ ഇന്ധനങ്ങൾ അഥവാ പാചകവാതകം നിറച്ച് LPG നിറച്ചിട്ടുള്ള ടാങ്കർ ലോറികൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ലാൻഡ് സ്ലൈഡ് നടക്കുന്ന സമയത്ത് ആ ഒരു ഇന്ധന ടാങ്കർ അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ അഥവാ ഈ LPG നിറച്ചിട്ടുള്ള ടാങ്കർ ഉണ്ടായിരുന്നെങ്കിൽ നമുക്കറിയാം ഹൈലി ഇൻഫ്ലേമബിൾ ആണ് ഈ സാധനം. അപ്പം ആ ഒരു സാധനം അവിടെ നിന്ന് ഒഴുകി തീർച്ചയായിട്ടും ഇതിന്റെ അകത്തേക്ക് പോയതിനു ശേഷം അത് ബ്ലാസ്റ്റ് ആയിട്ടുണ്ടാകാം. ആ ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഈ ഗംഗാവലി പുഴയുടെ നടുവത്തി ഭാഗത്ത് സമതലം രൂപപ്പെട്ടിട്ടുണ്ട്, ഐലൻഡ് രൂപപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും ആ ഐലൻഡ് രൂപപ്പെട്ടത് എങ്ങനെ. ഈ ഏതാണ്ട് 10-20 അടിയോളം ഉയരത്തിൽ വെള്ളം ഇങ്ങനെ കുത്തൊലിച്ചു കൊണ്ടിരിക്കുന്ന ആ ഗംഗാവലി പുഴയുടെ 40 കിലോമീറ്ററിന്റെ അപ്പുറത്ത് ശവശരീരം കിട്ടിയിട്ടുണ്ട്. ഇന്ന് 11 കിലോമീറ്ററിന്റെ അപ്പുറത്തു നിന്നും ഇന്ന് വേറൊരു ജഡം ലഭിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കണം. അഥവാ നിത്യവൃത്തിക്കായി നമ്മുടെ മത്സ്യബന്ധനം നടത്തി ജീവിക്കുന്ന ഏതൊരു സ്ത്രീ, അവരുടെ കുടുംബം, അവരുടെ വീടൊക്കെ പോയിട്ടുണ്ടെന്നാണ് പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അഥവാ ഒരു സുനാമി വേവ് അടിച്ചതുപോലെ അവിടെ ആ ഒരു നദിയിൽ ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ ഈ ലാൻഡ് സ്ലൈഡുകൾ നമ്മൾ വിദേശ രാജ്യങ്ങളടക്കം പല രാജ്യങ്ങളിലും ഈ ലാൻഡ് സ്ലൈഡുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ലാൻഡ് സ്ലൈഡുകൾ വരുന്നതെന്ന് വെച്ചാൽ അത് വളരെ സ്പീഡിൽ തന്നെ ഒരു ഫോഴ്സ് ഉണ്ടാവുമെങ്കിലും അത് കുറച്ചു ദൂരം വന്നിട്ട് പിന്നെ അങ്ങ് നിൽക്കുകയാണ് ചെയ്യുക. ഇത് ശരിക്കും നദിയിലേക്ക് വന്ന് പതിച്ചു കഴിഞ്ഞാൽ ആ നദിയുടെ അറ്റത്തേക്ക് പതിക്കുന്ന അവിടെ എത്തുന്ന ആ സമയം മുതലുള്ള മണ്ണ് ആ ഒലിപ്പിൽ അത് ഒലിച്ചു പോവുകയാണ് ചെയ്യുക. എന്നാൽ ഇവിടെ ഇതിന് വിരുദ്ധമായിട്ട് ഗംഗാവലി നദിയുടെ മധ്യഭാഗത്ത് വളരെ വലിയൊരു മൺകൂന രൂപപ്പെട്ടിരിക്കുന്നു, ഒരു ഐലൻഡ് രൂപപ്പെട്ടിരിക്കുന്നു. ആ ഐലൻഡ് രൂപപ്പെടണമെങ്കിൽ വളരെ ശക്തമായ ഒരു ഫോഴ്സ് ഇല്ലാതെ ഒരു കാരണവശാലും ഇത്രയും കുത്തൊഴുക്കുള്ള നദിയിൽ സംഭവിക്കില്ല എന്ന് നമുക്ക് നെല്ലരി ആഹാരം കഴിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട്. അഥവാ ഈ ബ്ലാസ്റ്റിന്റെ കാര്യം അവിടുത്തെ പ്രദേശവാസികൾ ലോക്കൽസ് പറയുന്നുണ്ട്, ഈ ബ്ലാസ്റ്റ് കേട്ടിട്ടുണ്ട്, അവർ ദൃക്സാക്ഷികളുണ്ട്. ആ ഒരു കാര്യത്തിനെ കുറിച്ച് ഇന്നും കർണാടകയിലുള്ള ഒരു മാധ്യമങ്ങൾ സംസാരിക്കുന്നില്ല, നമ്മുടെ മാധ്യമങ്ങൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ടുള്ള റിപ്പോർട്ടുകൾ വന്നില്ല. പക്ഷെ ഇപ്പോൾ ഇതിനെക്കുറിച്ച് ചർച്ച വരുന്നുണ്ട്, ബ്ലാസ്റ്റ് നടന്നിട്ടുണ്ടാവാം എന്നുള്ളത്. എന്നാൽ അർജുന്റെ ഈ ഒരു എന്താ പറയാ ആ ഒരു വണ്ടി കടന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മറ്റൊരു ഡ്രൈവർ അദ്ദേഹം നിരവധി വാഹനങ്ങൾ ഓടിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ ട്രൂത്ത് ടിവിയിൽ വന്നിട്ടുള്ള ഒരു സംഭവം, അർജുൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് വന്നൊരു വോയിസ് ക്ലിപ്പിന്റെ ചെറിയൊരു ഭാഗം നിങ്ങൾ കേട്ടു. 28-30 ടണ്ണിൽ മേലെ ഭാരമുള്ള ആ വാഹനം മലയോട് ചേർത്ത് പാർക്ക് ചെയ്തിരുന്നു. ആ മണ്ണിടിച്ചിൽ മേളിൽ നിന്നുണ്ടായ സമയത്ത് റോഡിന്റെ ഭാഗത്തോട്ട് മണ്ണ് വീണു, മലയോട് ചേർന്ന് തന്നെ വാഹനം കിടപ്പുണ്ട്. അർജുൻ ഉറക്കമായത് കാരണം ഒന്നും അറിഞ്ഞില്ല. ആ റോഡിലോട്ട് മണ്ണ് വീണു, മലയിലോട്ട് ആ മല നിന്ന ഭാഗത്തോട്ട് വെള്ളം താഴോട്ടിറങ്ങി ചരിവുണ്ടായി. വെള്ളം വീണ് നല്ല വഴുക്കലുണ്ടാവും, നല്ല കട്ടിങ്ങും ഗ്രാവലും ഒക്കെ നല്ല വഴുക്കലുണ്ടാവും. അപ്പം വീണ്ടും മണ്ണ് മുകളിൽ നിന്ന് ഇടിഞ്ഞു വീണ സമയത്ത് വഴുക്കലുണ്ടായിട്ട് മണ്ണ് റോഡിലോട്ട് വീണിട്ട് തെള്ളി വാഹനം ഉള്ളിലോട്ട് തള്ളി മല നിന്ന ഭാഗത്തോട്ട് തെള്ളി ഞെരുങ്ങി പോയിട്ടുണ്ടാവണം. ഒരു പോസിബിലിറ്റി, വളരെ ശക്തമായ ഒരു പോസിബിലിറ്റിയാണ് പറയുന്നത്. കാരണം ഇദ്ദേഹം പറയുന്ന പോസിബിലിറ്റി ഞാൻ മുഖവിലേക്ക് എടുക്കുന്നു. കാരണം നമ്മൾ ഇതുവരെ അർജുന്റെ വാഹനം ഇനി ഈ ഒരു പോസിബിലിറ്റി ശരിവെക്കുന്ന ഒരു 3-4 നമ്മൾ ഒരു 5ഓളം വരുന്ന ചെറിയ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ക്വസ്റ്റ്യൻ നമ്മൾ ഡീകോഡ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഈ ഒരു പോസിബിലിറ്റി ശരിയാണെന്ന് തന്നെ വരും. കാര്യം അർജുന്റെ വാഹനം നിർത്തിയിരുന്നത് ഈ ശിരൂർ ഈ ഒരു ഇടതുഭാഗത്താണ് ഈ വണ്ടി പാർക്ക് ചെയ്യുന്നത്. അഥവാ ലാൻഡ് സ്ലൈഡ് നടന്ന അതിന് നേരെ താഴെയായിട്ടാണ് അർജുന്റെ വാഹനം പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണ് എങ്കിൽ അവിടെ നിന്ന് അർജുന്റെ വാഹനം നേരെ വെള്ളത്തിലൊഴുകി പോയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് ചിന്തിക്കാം 3 ദിവസത്തിന് ശേഷം അർജുന്റെ മൊബൈൽ ഫോൺ റിങ് ചെയ്യില്ല. 3 ദിവസത്തിന് ശേഷം മൊബൈൽ ഫോൺ റിങ് ചെയ്തിട്ടുണ്ട് എങ്കിൽ അതിന്റെ അർത്ഥം ആ ഒരു മൊബൈൽ ഫോൺ ഒരു കാരണവശാലും വെള്ളത്തിൽ മുങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും എനിക്കും അറിയാം അത് നടക്കത്തില്ല, ആ ഒരു കാര്യം സംഭവിക്കത്തില്ല എന്നുള്ളത്. അതോടൊപ്പം തന്നെ അവിടെ അങ്ങനെ ഒരു ബ്ലാസ്റ്റിന്റെ ഒരു സാഹചര്യം കൂടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്നും പോസിബിളേ അല്ല. അപ്പോ 3 ദിവസത്തിന് ശേഷം അർജുന്റെ മൊബൈൽ ഫോൺ റിങ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും അർജുന്റെ
ഇദ്ദേഹം പറഞ്ഞ കണക്കിനാണെങ്കിൽ അവിടെ നിന്ന് ലാൻഡ് സ്ലൈഡ് മേളിൽ നിന്ന് പുറംപാളിയിൽ നിന്നും ഇളകി അത് അടിഭാഗം കൂടെ ഇളകി ഇങ്ങനെ വരികയാണ് ചെയ്യുക. അങ്ങനെ വരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഈ ഒരു വണ്ടി മൂടി ഇത് വരികയും അത് നിറയെ വെള്ളവും ഇതൊക്കെ ആയിട്ട് ചെളിയായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോഴും ആ ഒരു ഫോഴ്സ് അതിന് ഉള്ളിലേക്ക് വലിക്കുകയും ആ മലയുടെ അകത്തേക്ക് ഈ ഒരു വണ്ടി പോവുക എന്നുള്ള സാഹചര്യം വഴിക്ക് അകത്തേക്ക് മാറി മലയിൽ നിന്നും പുറകിലേക്കാണ്, അഥവാ മുന്നിലേക്ക് പോയി എന്നല്ല, പുറകിലേക്ക് ഇത് പോയി എന്നുള്ള രീതിയിലേക്കാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഈ കാട്ടിലും മലയിലേക്ക് വണ്ടി ഓടിക്കുന്ന എല്ലാത്തരം വാഹനം ഓടിക്കുന്ന വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ വാക്കിന് ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാൾ പറയുന്ന ഒരു ലെവലിൽ കണ്ടു കഴിഞ്ഞാൽ അർജുന്റെ വാഹനം ഇപ്പോഴും സ്റ്റിൽ അവിടെ തന്നെ ഉണ്ട്, അഥവാ അവിടെ നിന്ന് മാറി കുറച്ച് പുറകിലേക്ക് ഉള്ളിലേക്ക് ലാൻഡ് സ്ലൈഡ് ചെയ്യപ്പെട്ട സ്ഥലത്തെ അകത്തേക്ക് ഉള്ളിലേക്ക് ഈ വാഹനം ഉണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. അർജുന്റെ വാഹനത്തിൽ ഈ ലോറിയിൽ ഒരുപാട് തടി ഇതൊക്കെ ഉണ്ടായിരുന്നു, കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, ലോഡ് ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ഇത്രയും വലിയൊരു ഫോഴ്സിൽ വരുന്ന സാധനം അദ്ദേഹം കെട്ടിയിരിക്കുന്ന വളവും ഒക്കെ പൊട്ടിച്ചുകൊണ്ട് ആ ഒരു മരത്തടികൾ എവിടെയെങ്കിലും ഒരെണ്ണമെങ്കിലും വരണ്ടേ? അങ്ങനെ ഒരു സംഭവം നമ്മുടെ മുമ്പിൽ കണ്ടിട്ടില്ല, ഇതുവരെ ഉണ്ടായിട്ടില്ല. അവിടെ എവിടെയെങ്കിലും ഒഴുകിപ്പോയതായിട്ട് കണ്ടിട്ടില്ല. ഇത്രയും സെർച്ച് നടത്തിയിട്ടുള്ള മറ്റു പല സ്ഥലങ്ങളിൽ 40 കിലോമീറ്ററിന് അപ്പുറത്ത് ശവശരീരം ലഭിച്ചിട്ട് പോലും ഇതുവരെ അങ്ങനെ ഒരു അദ്ദേഹത്തിന്റെ വാഹനത്തിലുള്ള ഒരു തടി കഷ്ണം പോലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ എവിടെയാണ്? അല്ലെങ്കിൽ വാഹനത്തിന്റെ ഒരു ഭാഗമെങ്കിലും എവിടെയെങ്കിലും കണ്ടെത്താനുമായിട്ടില്ല. അപ്പോൾ ആ വാഹനം എവിടെയോ പാർക്ക് ചെയ്യുന്ന ആ സംഭവത്തിന് വലിയൊരു മാറ്റമൊന്നും ഇല്ലാതെ അത് കേടുകൂടാതെ തന്നെ വലിയ കേടൊക്കെ നമുക്കറിയാൻ പറ്റില്ല, അത് ഉള്ളിലേക്ക് മാറി നിൽക്കുന്നുണ്ടാവാം എന്ന് അദ്ദേഹം പറയുന്നത് ശരിവെക്കാം. ഇനി രണ്ടാമത്തെ ഒരു കാര്യം, ലോറിയുടെ GPS ലൊക്കേഷൻ, അതിനെക്കുറിച്ചും വിദഗ്ധർ പറയുന്ന കാര്യം, ലോറിയുടെ GPS ലൊക്കേഷൻ വെള്ളത്തിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അത് പിന്നീട് പ്രവർത്തിക്കത്തില്ല എന്നുള്ള രീതിയിലേക്കാണ്. അധികം പ്രവർത്തിക്കത്തില്ല, അത് പെട്ടെന്ന് തന്നെ അത് ഷട്ട് ഡൗൺ ആവുകയോ അത് പിന്നെ ഉപയോഗശൂന്യമാവുകയോ ചെയ്യും എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ലോറിയുടെ GPS ലൊക്കേഷൻ ഇപ്പോഴും അവൈലബിൾ ആണെങ്കിൽ തീർച്ചയായിട്ടും അത് മണ്ണിനുള്ളിൽ ആയതുകൊണ്ടാവാം എന്നുള്ള രീതിയിലേക്ക്, കാരണം നമുക്ക് GPS ലൊക്കേഷന്റെ അവിടെയും ആ മണ്ണിന്റെ ആ ഭാഗത്ത് തന്നെയാണ് കിട്ടിയിരുന്നത് എന്നുള്ളൊരു കാര്യം ആദ്യ ദിവസങ്ങളിൽ തന്നെ നമ്മൾ അറിഞ്ഞ കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ ലോറിയുടെ GPS ലൊക്കേഷൻ കിട്ടിയതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അത് വെള്ളത്തിലേക്ക് പോയാൽ കിട്ടുമോ? ഇനി മൂന്നാമത്തത്, ഈ നദിയിൽ ഐലൻഡ് രൂപപ്പെട്ടു. നദിയിൽ എങ്ങനെയാണ് നമ്മളിപ്പോ ഒരു ഒഴുക്കുവെള്ളത്തിലേക്ക് വന്ന് വീഴുന്ന ലാൻഡ് സ്ലൈഡ് ആയിക്കോട്ടെ, എന്തും ആയിക്കൊണ്ട് പോട്ടെ, ഓക്കെ, അപ്പൊ അവിടേക്ക് വന്ന് വീഴുന്ന മണ്ണ് തീർച്ചയായിട്ടും അത്രയും ഫോഴ്സിൽ വരുന്ന വെള്ളത്തിലേക്ക് പൊക്കോണ്ടേയിരിക്കുമ്പോൾ അവിടെ നിന്ന് അത് മാറ്റപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയാണ് ചെയ്യേണ്ടത്. ഇത്രയും കുത്തി ഒഴുകി വരുന്ന ആ ഒരു നദിയുടെ സെൻട്രലായിട്ട് അവിടെ ഒരു ഐലൻഡ് രൂപപ്പെട്ടിട്ടുണ്ട്. അത് രണ്ട് വശങ്ങളിൽ സൈഡിലേക്കാണ് ഇതിപ്പോ ആ നദി കുറുകെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ ആ ഐലൻഡ് രൂപപ്പെട്ടത് എങ്ങനെ? ഒരു ലാൻഡ് സ്ലൈഡ് കൊണ്ട് ആ ഐലൻഡ് രൂപപ്പെട്ട ഒരു സ്ഥലവും നമ്മുടെ മുമ്പിൽ ഒരിടത്തും ഒരു എവിഡൻസിന് പോലും കാണാൻ വേണ്ടിയിട്ട് കഴിയത്തില്ല. അതുണ്ടായിട്ടുണ്ടെങ്കിൽ അതൊരു ശക്തമായ രീതിയിലുള്ള ഒരു പ്രഹരശേഷിയുള്ള ഒരു സംഭവം പൊട്ടിത്തെറിച്ചതുകൊണ്ടാവാം. അത് ഇന്ധന ടാങ്കർ ലോറി, അതിന്റെ ആ ഒരു ടാങ്കർ പൊട്ടിത്തെറിച്ചിട്ട് തന്നെ ആകാം എന്നുള്ള നിഗമനം സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ അതൊരു സാധ്യത തന്നെയാണ്. പിന്നെ ഉള്ളത് ഈ കരയിലേക്കുള്ള നമ്മൾ വേറൊരു കാര്യമാണ്. നമ്മുടെ മുമ്പിൽ ഒരു ക്വസ്റ്റ്യൻ ആണ്, അതായത് കരയിൽ നിന്ന് മണ്ണ് താഴേക്ക് പോയി, കരയിൽ നിന്ന് ഇത് ലാൻഡ് സ്ലൈഡ് വന്ന് മണ്ണ് നദിയിലേക്ക് വന്നു എന്നുള്ളത് എന്ന് വിചാരിക്കാം. അപ്പൊ സ്വാഭാവികമായിട്ടും ലക്ഷ്മണ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ കുടുംബം അടക്കം എല്ലാവരെയും കൊണ്ടാണ് ഈ മണ്ണ് താഴേക്ക് പോയിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെയാണെങ്കിൽ ആ താഴേക്ക് വീണ മണ്ണിന്റെ പുറമെ എന്തുകൊണ്ട് അർജുന്റെ രക്ഷാപ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇവിടെ നിന്നുള്ള മണ്ണ് വാങ്ങി വീണ്ടും ഇതിന്റെ പുറകെ തന്നെ ഇടണം? കോമൺ സെൻസ് കൊണ്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു ക്രൈം സീനിൽ ആ ക്രൈം സീനിന്റെ മറ്റുള്ള കാര്യത്തിന് ഒരു മാറ്റം വരുത്താതെ മറ്റൊരു സ്ഥലത്തേക്ക് അവിടെ നിന്നുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക എന്നുള്ളതല്ലേ? അപ്പൊ ഇവിടെ ഈ ഒരു വിഷയം നടക്കുന്ന സ്ഥലത്ത് അവിടെ നിന്നുകൊണ്ടുള്ള മണ്ണ് ഈ ഉമിഞ്ഞുകൂടി കിടക്കുന്ന ഈ മറ്റ് വീടും ഒക്കെ മൂടിക്കിടക്കുന്ന ആ മണ്ണിന്റെ പുറകെ തന്നെ കൊണ്ടിടുന്നെങ്കിൽ അതിന്റെ ഒരു സാമാന്യ ബുദ്ധിയെക്കുറിച്ച് എനിക്ക് മനസ്സിലാവുന്നില്ല, അതിന്റെ യുക്തിയെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കഴിയുന്നില്ല. ഇനി അടുത്തൊരു അഞ്ചാമത്തെ ഒരു പോയിന്റ് എന്ന് വെച്ചാൽ 12 കിലോമീറ്റർ മാറിയിട്ടാണ് ഒരു സ്ത്രീയുടെ മൃതശരീരം ഇന്ന് ലഭിച്ചിട്ടുള്ളത്. 12 കിലോമീറ്റർ മാറി ഇന്നത്തെ ദിവസമാണ് ഒരു സ്ത്രീയുടെ മൃതദേഹം ലഭിക്കുന്നത്. അപ്പോൾ നമ്മൾ ചിന്തിക്കുമ്പോൾ ഇതിന്റെ അടിയിൽ അഥവാ ഈ ഒരു ഉള്ളിൽ അഥവാ നമ്മുടെ ഈ മണ്ണ് വന്ന് വീഴുകയും അതിന്റെ ഉള്ളിലേക്ക് തീർച്ചയായിട്ടും എന്തോ തരത്തിലുള്ള ഒരു ശക്തമായ രീതിയിലുള്ള ഒരു അല അടിച്ച് പോകുന്ന ഒരു സംഭവം ഉണ്ടായി. അതാണ് ഈ എക്സ്പ്ലോഷൻ ഉണ്ടായിട്ടുണ്ടാകാം, ഈ ടാങ്കർ ബ്ലാസ്റ്റ് സംഭവിച്ചിട്ടുണ്ടാകാം എന്ന കാര്യം പറയുന്നത്. എന്തായിരുന്നാലും ഇതിനെക്കുറിച്ച് നമുക്ക് പല ആൾക്കാരും അവിടെ പോയ ആൾക്കാർ പറയുന്ന ഒരു കാര്യമാണ്, എന്തൊക്കെയോ അവർ മറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്. മുക്കത്ത് നിന്ന് പോയ ആൾക്കാരും പറയുന്നത്, റെസ്ക്യൂവിൽ പോയ ആൾക്കാരും പറയുന്നത് എന്തൊക്കെയോ മറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇവർ എത്രയും പെട്ടെന്ന് ഇത് ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു, അവിടുത്തെ ആൾക്കാർ അവിടെ നിന്ന് മാറ്റി നിർത്താൻ വേണ്ടി ശ്രമിക്കുന്നു. എന്തെങ്കിലും ഒരു ചോദ്യമായിട്ട് ബന്ധപ്പെട്ട് പോയിക്കഴിഞ്ഞാൽ ആ ഒരു കാര്യത്തിൽ ഇത് വ്യക്തമായി മറുപടി തരാതിരിക്കുന്നു. അപ്പൊ ഇങ്ങനെ ഒരുപാട് നിരവധി കാര്യങ്ങൾ പ്രത്യാരോപണ സെറ്റപ്പിലേക്ക് വരുന്നു. എങ്കിലും നമ്മുടെ അർജുന്റെ ഫാമിലി അടക്കം ഈ എല്ലാ ആൾക്കാരും ഇപ്പോഴും അതിന്റെ സംശയത്തിന്റെ അപ്പുറത്ത് ഇതിന്റെ യാഥാർത്ഥ്യം എവിടെയാണ് അർജുൻ എന്നുള്ളൊരു കാര്യത്തിൽ
ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. എന്തായിരുന്നാലും അർജുൻ തിരിച്ചു വരും എന്നുള്ളത് തന്നെയാണ് ഈ വൈകിയും ഞാനും പ്രതീക്ഷിക്കുന്നത്. 8 ദിവസം പിന്നിടുമ്പോൾ ഒരു മനുഷ്യൻ സാധാരണഗതിയിൽ ഒരു മണ്ണിനടിയിലോ മറ്റുള്ള സ്ഥലങ്ങളിലോ പെട്ടുപോയിട്ട് അവിടെ എങ്ങനെ സർവൈവ് ചെയ്യും എന്നുള്ളൊരു കാര്യം അത് നമുക്കൊന്ന് ചിന്തിക്കാൻ വേണ്ടിയിട്ട് പോലും പറ്റാത്തതിൻ്റെ അപ്പുറത്താണ്. അതിനുള്ള ഭക്ഷണം, അതിനുള്ള വെള്ളം, അതിനുള്ള ആ ഒരു മനക്കരുത്ത് ഇല്ലേ, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെല്ലാം കടന്ന് അർജുൻ തിരിച്ചു വരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ഇപ്പോഴും ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. ഈ ബ്ലാസ്റ്റിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? താഴെ കമന്റ് ചെയ്യാം. ബൈ.